നമസ്കാരം, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ദേശീയപാത 66 കോഴിക്കോട് ജില്ലയിലെ മലാപ്പറമ്പ് ജംഗ്ഷൻ മുതൽ തൊണ്ടയാട് ഫ്ലൈ ഓവർ വരെയുള്ള റോഡ് നിർമ്മാണത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. മലാപ്പറമ്പ് ജംഗ്ഷൻ പിന്നിട്ട് തൊണ്ടയാട് ഭാഗത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന പ്രദേശത്തെല്ലാം തന്നെ ഇനി വളരെയേറെ താഴ്ചയിൽ മണ്ണെടുത്ത് താഴ്ത്തേണ്ടതാണ്. അതിനുശേഷമായിരിക്കും ഇതിലൂടെ പ്രധാന ഹൈവേ കടന്നു പോവുക. ഈ കാണുന്ന ഇടതുവശത്തെല്ലാം തന്നെ മണ്ണെടുത്ത് താഴ്ത്തേണ്ട നിർമ്മാണ പ്രവൃത്തിയും ബാക്കിയുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ വരുന്ന ഓവർപാസിന് വേണ്ടി ഈ അല്പം ദൂരം മുതൽ തന്നെ ഈ കാണുന്നതിൽ അല്പം ദൂരം മുതൽ തന്നെ ഇരുവശങ്ങളിലുമായി മണ്ണെടുത്ത് ഹൈവേയുടെ പാർശ്വഭിത്തികൾ ബലപ്പെടുത്തുന്ന നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഇടതുവശത്തായി കാണുന്ന ഈ ബ്രിക്കുകൾ വെച്ചിരിക്കുന്ന ഈ ബാരിക്കേഡ് വെച്ചിരിക്കുന്ന തൊട്ട് താഴെ അഗാധതയിൽ മണ്ണെടുത്ത് താഴ്ത്തി അതിന് താഴെ നിന്നും സൈഡ് പാർശ്വഭിത്തിയെല്ലാം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തി അവിടെ പുരോഗമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തൊണ്ടയാട് ജംഗ്ഷനിലേക്ക് വരുമ്പോൾ നിറയെ മാലിന്യങ്ങൾ നിക്ഷേപിച്ചു കൊണ്ടിരുന്ന ഈ പ്രദേശത്തെല്ലാം തന്നെ വീതി കൂട്ടി മണ്ണിട്ട് ഉയർത്തി നിർമ്മാണം പുരോഗമിക്കുന്നതായിട്ട് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഈ ഒരു ചെറിയ ഭാഗത്ത് വയനാട് റോഡിലേക്കെല്ലാം പോകുന്ന, അതായത് ചേവരമ്പലം, വയനാട് റോഡ്, കാളാണ്ടിത്താഴം എന്നീ ഭാഗത്തേക്ക് പോകുന്ന, കാളാണ്ടിത്താഴമല്ല, മുണ്ടിക്കൽ താഴം, ആ പ്രദേശത്തേക്കെല്ലാം പോകുന്ന ഈ ഒരു ജംഗ്ഷൻ, ഇവിടെ യഥാർത്ഥത്തിൽ ഒരു വലിയ ജംഗ്ഷനാണ്. പക്ഷേ ഇവിടെ നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഒരു ചെറിയ സർവീസ് റോഡിലേക്ക് എൻട്രി ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. വയനാട് റോഡിലേക്കുള്ള വാഹനങ്ങൾ ഇതിന് ശേഷം മലാപ്പറമ്പ് ജംഗ്ഷനിൽ നിന്നോ അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കോഴിക്കോട് തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ താഴെ കൂടെ മെഡിക്കൽ കോളേജ് വഴിയോ പോവേണ്ടതായിരിക്കും. യഥാർത്ഥത്തിൽ ഇപ്പോൾ മലാപ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് വലതുവശത്തേക്ക് ചേർന്നിട്ടാണ് രാമനാട്ടുകര ഭാഗത്തു നിന്നും വയനാട്ടിലേക്ക് പോകുന്ന വാഹനങ്ങളെല്ലാം തന്നെ പോകുന്നത്. എന്നാൽ നിലവിൽ ഇതിന് തൊട്ട് മുമ്പ് കണ്ട ജംഗ്ഷൻ മുതൽ തന്നെ രാമനാട്ടുകര ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ വലതുവശം ചേർന്ന് വലതുവശത്തേക്ക് ടേൺ ചെയ്ത് മുണ്ടിക്കൽ താഴം വഴി വയനാട്ടിലേക്ക് പോകാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ തൊണ്ടയാട് ഫ്ലൈ ഓവറിലേക്ക് കയറുമ്പോൾ ഇടതുവശത്തായി കാണുന്ന ഈ ഒരു രണ്ടാമതായി പുതുതായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഫ്ലൈ ഓവറിൻ്റെ 95% നിർമ്മാണ പ്രവൃത്തിയെല്ലാം പൂർത്തിയായിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ക്രാഷ് ബാരിയറുകളിൽ പെയിൻറ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടുള്ളത് ടാറിംഗ് പ്രവൃത്തിയാണ്. ഇതിൻ്റെ രണ്ട് വശത്തായിട്ടുള്ള സർവീസ് റോഡുകളുടെ എല്ലാം തന്നെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായി. അതിൻ്റെ മുകളിൽ ടാറിങ്ങും പൂർത്തിയായിട്ടുണ്ട്. ഇനി ഈ ഹൈവേയുടെ മുകളിലുള്ള ഈ പുതുതായി നിർമ്മിച്ചിട്ടുള്ള ഈ പാലത്തിൻ്റെ മുകളിൽ, അതായത് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ തന്നെ ടാറിങ് എല്ലാം പൂർത്തിയാക്കിയ ശേഷം അതിലൂടെ വാഹന ഗതാഗതം വഴിതിരിച്ച് വിടാൻ അധിക നാളുകൾ വൈകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അല്പം ദൂരേക്കുള്ള ഇതിൻ്റെ സർവീസ് റോഡെല്ലാം തന്നെ നിർമ്മാണ പ്രവൃത്തിയെല്ലാം പൂർത്തീകരിച്ച് അവിടെയെല്ലാം കോൺക്രീറ്റ് ബാരിയറുകൾ, സൈഡിലുള്ള ക്രാഷ് ബാരിയറുകൾ നിർമ്മിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ കണ്ണൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ഈ കടന്നു പോകുന്നത് പോലെ, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് പോലെ തന്നെ വലതുവശത്തു കൂടിയാണ് കടന്നു പോകുന്നത്. എന്നാൽ കോഴിക്കോട് നിന്നും മെഡിക്കൽ കോളേജിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ഇടതുവശത്തായിട്ട് കാണുന്ന സർവീസ് റോഡ് വഴി കയറി അല്പദൂരം ചെന്നതിന് ശേഷം ഇടതുവശത്തെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഹൈവേയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഏതാണ്ട് നെല്ലിക്കോട് ഭാഗം മുതൽ തൊണ്ടയാട് വരെയുള്ള ഈ ഭാഗങ്ങളിൽ ഒരു വശത്തു കൂടി, അതായത് വലതുവശത്തു കൂടി തന്നെ ഇടതുവശത്തേക്ക് പോകുന്ന വാഹനങ്ങളും ഒന്നിച്ചു പോകുന്നതിനാൽ ധാരാളം അപകടങ്ങൾ അപ്രതീക്ഷിതമായി ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഈ പ്രദേശത്തെ ഹൈവേയുടെ എല്ലാം നിർമ്മാണ പ്രവൃത്തിയെല്ലാം പൂർത്തിയായി. ഇരുവശങ്ങളിലൂടെയുമുള്ള വാഹനയാത്രകൾ സുഗമമായ ശേഷം സർവീസ് റോഡും നിർമ്മാണം പൂർത്തിയായാൽ അപകടങ്ങളെല്ലാം തന്നെ ഒരുവിധം ഇല്ലാതാകുമെന്ന് കരുതുന്നു.